കാര്യം ഞാൻ വീണ്ടും ഋതുസുധിയുടെ ഒരു മാറ്ററായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, സുധിച്ചേട്ടന്റെ അവാർഡുകൾ, സുധിച്ചേട്ടന് കിട്ടിയ വിലയേറിയ അവാർഡുകൾ അത് കെട്ടിപ്പൂട്ടി കൊണ്ടുവന്ന് ചാക്കി കെട്ടി കട്ടിലിന്റെ കീഴിൽ തള്ളിയതിനെ കുറിച്ച് മീഡിയയും സമൂഹങ്ങളും ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത ന്യായീകരണം കേട്ടിട്ട് എനിക്ക് ചിരിച്ച് ഞാൻ മരിച്ചില്ലെന്നേ ഉള്ളൂ. എനിക്ക് ആ സ്ത്രീ കൊടുത്ത ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ എനിക്കൊരു സിനിമ ഓർമ്മ വന്നു. മേലെപ്പറമ്പിൽ അൻവീടിനകത്ത് ജഗദീഷ് ശ്രീകുമാർ ചേട്ടൻ ബീന അമ്മയോട് പറയുന്നൊരു ഡയലോഗുണ്ട്. അമ്മ ഇത് എന്റെ ഗർഭമല്ല, ഈ ഗർഭം എന്റേതല്ല, എന്റെ ഗർഭം ഇങ്ങനെയല്ല, ഞാനല്ല ഉത്തരവാദി എന്ന് പറഞ്ഞ് തെങ്ങിലോ മറ്റോ കയറി ഇരുന്ന് ബീനാമ്മയുടെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത്തരം നീച പ്രവർത്തികൾ ചെയ്തിട്ട് ഈ രേണുസുധി സമൂഹത്തിൽ വന്ന് ന്യായീകരിക്കുന്ന കുറച്ച് ഡയലോഗുകൾ കേൾക്കുമ്പോൾ അത്തരം കോമഡി സ്ക്രിപ്റ്റ് പോലെ, അത്തരം കോമഡി ഡയലോഗ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു അത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ടിലിന്റെ കീഴിൽ ചാക്കി കെട്ടി ഇട്ടതാണെന്ന്. നമ്മൾ ആരെങ്കിലും മരിച്ചുപോയ ഭർത്താവിന് അല്ലെങ്കിൽ നമുക്ക് അത്രയും വാല്യൂ ഉള്ള ഇങ്ങനെ കിട്ടുന്ന അവാർഡുകൾ നമ്മൾ ആരെങ്കിലും അങ്ങനെ കെട്ടി വെക്കാറുണ്ടോ? നിങ്ങൾ തന്നെ പറ. ഒരു പെട്ടിയിലടുക്കി വെച്ചിട്ട് മാന്യമായിട്ട് കട്ടിന്റെ കീഴിൽ വെച്ചെന്ന് പറഞ്ഞാൽ അതിനൊരു അന്തസ്സുണ്ട്. ഒരു ചാക്കി കെട്ടി അങ്ങ് തള്ളി കളഞ്ഞ കണക്കാം. നമ്മളെല്ലാവരും കണ്ടാണല്ലോ ആ വീഡിയോ. എന്നിട്ട് പറയുന്നത് എന്താണ്? നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവരുടെ മകൻ ഋതപ്പൻ അതെടുത്ത് ചീത്തയാക്കും, നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് ചാക്കി കെട്ടി കട്ടിന്റെ അടിയിലോട്ട് തള്ളി തന്നത്. എന്നിട്ട് ഇവരുടെ അവാർഡുകൾ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. അത് ഋതപ്പൻ തൊടില്ല, അത് കുട്ടി തൊടില്ല, 5 വയസ്സുള്ള കുഞ്ഞ് അത് തൊടില്ല. സുധിച്ചേട്ടന്റെ മൊമെന്റോതും സുധിച്ചേട്ടന്റെ അവാർഡുകളിനകത്തൊക്കെ ഈ മകൻ തൊടുള്ളൂ. അവർ കൊടുത്തിരിക്കുന്ന ന്യായീകരണം കണ്ടില്ലേ? ഇവര് ഒരു കാര്യം ആലോചിക്കണം. ഇവരുടെ ഭർത്താവിന്റെ പേര്, സുധിച്ചേട്ടന്റെ പേര് വെച്ചിട്ടാണ് അവർ ഇപ്പോഴും ഷൈൻ ചെയ്യുന്നത്. ഇപ്പോഴും അല്ലാതെ ഇവർക്ക് എന്തറിഞ്ഞിട്ടാ? ഇവരെ ആരംഗീകരിക്കാനാണ്? ഇവർക്ക് അഭിനയിക്കാൻ അറിയാവോ? അല്ല, ഞാൻ ചോദിക്കാം, ഇവർക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടായിട്ടാണോ നമ്മളൊക്കെ ഇവരെ അംഗീകരിച്ചത്? ആ സുധി എന്നുള്ള പേര്, സുധിയുടെ ഭാര്യ, വിധവയായ ഭാര്യ എന്നുള്ള നിലയിലാണ് എന്നെ പോലുള്ള ഓരോരുത്തരും ഇവരെ അംഗീകരിച്ചത്. അല്ലാതെ ഇവരുടെ സ്മാർട്ട്നെസ്സും ഇവർക്ക് എന്തൊക്കെ കഴിവുണ്ടെന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. എന്നിട്ട് ഇവർക്ക് കിട്ടിയ വലിയ വിലയേറിയ എന്തിനെയൊക്കെയോ കിട്ടിയ അവാർഡുകൾ. പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞു വന്നാൽ അവർക്ക് കിട്ടുന്ന അവാർഡ് എടുത്ത് അവർ മേശയെ തള്ളുന്നു. എന്തോ ഷൂട്ടിങ്ങിന് പോകുന്നിടത്തല്ല ഇവർക്ക് അവാർഡാണ് കിട്ടുന്നത്. എന്തെല്ലാം കോപ്പി അടിച്ച് നേരത്തെ ഇവരെ കൊടുക്കും. ഓരോ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഓരോ അവാർഡ് കിട്ടി അതങ്ങ് മേശപ്പുറത്ത് വെക്കുകയും സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്ത് കട്ടിന്റെ കീഴിൽ തള്ളാന് ഇവർ പറഞ്ഞ ന്യായീകരണങ്ങളാണ്. ഇതൊക്കെ കേട്ടാൽ നമ്മളെ പോലുള്ളവർ എന്ത് പറയാനാണ് ഗൈസ്? അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന രീതി, അയ്യോ, അവരുടെ കണ്ണ് കാണും പറയാം കള്ളങ്ങളാ പറയുന്നത്. അവരുടെ കണ്ണിനകത്തുണ്ട് അവരെ കള്ളത്തരം, പുറത്തേക്ക് പറയുന്ന കള്ളത്തരങ്ങൾ. ഇനി എങ്ങനെ കടന്ന് തുള്ളി ചാറി ഇങ്ങനെ വിനയമായിട്ട് പറഞ്ഞാൽ രേണുസുധി, നിങ്ങൾ ചെയ്തത് വളരെ തെറ്റാണ്. നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് ഒരു സ്നേഹവുമില്ല എന്ന് നിങ്ങൾ ഓരോ ഇതിൽ കൂടെ നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്. എന്നിട്ട് സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ് സമൂഹത്തിൽ ഞെളിയുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ നിർത്തിക്കൂടെ നിങ്ങളുടെ ഈ പ്രഹസനം? നിർത്തിക്കൂടെ? നിങ്ങളെ ചൂണ്ടിക്കാണിച്ചൊരുത്ത് ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ?